അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ 5ാം തരത്തിലേക്ക് തയ്യാറാക്കിയ വാർഷിക പരീക്ഷയുടെ മസാൽ ഫിഖിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആക്ടിവിറ്റി, കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. 1. ജുമുഅ നിസ്കാരം ഫർളാണ്. പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക്, എല്ലാവർക്കും. ഉത്തരം പുരുഷന്മാർക്ക്. 2. നോമ്പുകാരൻ പകൽ സമയത്ത് സുഗന്ധം ഒഴിവാക്കൽ. നോമ്പിന്റെ ഷർത്ത്, നോമ്പിന്റെ സുന്നത്ത്, നോമ്പിന്റെ ഫർള്. ഉത്തരം നോമ്പിന്റെ സുന്നത്ത്. 3. ഞങ്ങൾക്ക് നൽകണമേ. വർഹംന വജഅൽന ഹബ്ലന. എന്താണ് വേർഡ് വരിക? ഹബ്ലന. 4. ഖുതുബയുടെ റുക്നുകൾ 5, 8, 6. ഉത്തരം 5. 5. ളുഹറിന്റെ സമയത്താവുക. ഖുതുബയുടെ ഷർത്ത്, ഖുതുബയുടെ ഫർള്, ഖുതുബയുടെ സുന്നത്ത്. ഉത്തരം ഖുതുബയുടെ ഷർത്ത്. 6. ജുമുഅക്കുണ്ടായിരിക്കേണ്ട ആളുകളുടെ എണ്ണം 27, 40, 4. ഇതാണ് 40. സെക്കൻഡ് ആക്ടിവിറ്റി, ചേരുംപടി ചേർക്കുക. 7. അസ്സിറാത്തുൽ മുസ്തഖീം, ലെറ്റർ ഡി, നേർമാർഗം. ഇതിന്റെ അർത്ഥങ്ങളാണ് മാച്ച് ചെയ്യേണ്ടത്. 8. ഇയ്യാക നഅ്ബുദു, ലെറ്റർ എ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. 9. യൗമിദ്ദീൻ, ലെറ്റർ ഇ, പ്രതിഫലം നൽകുന്ന ആള്. 10. അൻഅംത അലൈഹിം, ലെറ്റർ സി, നീ അനുഗ്രഹിച്ചവർ. 11. വഇയ്യാക നസ്തഈൻ, ലെറ്റർ ബി, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. തേർഡ് ആക്ടിവിറ്റി, പൂരിപ്പിക്കുക. 12. ശറഈയായ കാരണമില്ലാതെ 3 ജുമുഅ ഒഴിവാക്കിയാൽ ഹൃദയത്തിൽ സീൽ വെക്കും. 13. ഹലാലായ 133 കിലോമീറ്റർ ദൂരമുള്ള യാത്രയിൽ ഖസ്റാക്ക് നിസ്കരിക്കാവുന്നതാണ്. 14. ദഹബൽ ലമഉ വബതല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. 15. നോമ്പനുഷ്ഠിച്ചവൻ അന്ത്യനാളിൽ റമദാൻ ശുപാർശ ചെയ്യും. 16. ഹലാലായ യാത്രയിൽ സുന്നത്ത് നിസ്കാരത്തിൽ ഖിബലക്ക് മുന്നിടൽ നിർബന്ധമില്ല. 17. വെള്ളിയാഴ്ചയിൽ ആദ്യ സമയം മസ്ജിദിലെത്തുന്നവർക്ക് ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലമുണ്ട്. അടുത്ത ആക്ടിവിറ്റി, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ചോദ്യം 18. ജംഉം കസറും പറ്റാത്ത നിസ്കാരം ഏത്? സുബ്ഹ്. 19. പുരുഷന്മാർ ഫർള് നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കുന്നതിന്റെ വിധി ഫർള് കിഫായ. 20. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഏത് ഭാഷയിലാണ് ഖുത്ബ നിർവഹിച്ചത്? അറബി. 21. ചോദ്യം, അല്ലാലീൻ എന്നതിന്റെ അർത്ഥം വഴി പിഴച്ചവർ. ചോദ്യം 22. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ അശക്തരായവർ, ദുആ ചെയ്യാത്തവർ. 23. ജുമുഅ ദിവസം പ്രത്യേകം ഓതൽ സുന്നത്തുള്ള സൂറത്ത് ഏത്? സൂറത്തുൽ കഹ്ഫ്. നെക്സ്റ്റ് ആക്ടിവിറ്റി, ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 24. ചോദ്യം, നോമ്പിന്റെ ഫർളുകൾ ഏതെല്ലാം? 1. നിയ്യത്ത്. 2. നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കൽ. 25. ചോദ്യം, ഇരുന്ന് നിസ്കരിക്കുന്നവൻ എങ്ങനെയാണ് റുക്കൂ ചെയ്യേണ്ടത്? കാൽമുട്ടിന്റെ മുൻഭാഗത്തേക്ക് നെറ്റി നേരുന്ന നിലക്ക് കുനിയുക. ചോദ്യം 26. ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളിൽ 2 എഴുതാം. 1. അർദ്ധരാത്രിയിലും 2. ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവുമുള്ള ദുആ. ചോദ്യം 27. വെള്ളിയാഴ്ച സുബ്ഹിന് ശേഷം യാത്ര പോവൽ ഹറാമാണ് ആർക്ക്? ജുമുഅ നഷ്ടപ്പെടുമെന്ന് വന്നാൽ. 28. ചോദ്യം,
പിന്തിരി ജംആക്കുന്നവൻ ഒന്നാമത്തെ നിസ്കാരത്തിന്റെ സമയത്ത് എന്താണ് കരുതേണ്ടത്? ഈ നിസ്കാരം ഞാൻ രണ്ടാമത്തെ സമയത്തേക്ക് പിന്തിച്ച് നിസ്കരിക്കുന്നു എന്ന് കരുതണം. ചോദ്യം 30. നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ രണ്ടെണ്ണം എഴുതുക. ഒന്നാമത്തത്, തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ തടിയുള്ള വല്ല വസ്തുവും ഉള്ളിലേക്ക് പ്രവേശിക്കുക. രണ്ടാമത്തത്, ഉണ്ടാക്കി ഛർദ്ദിക്കുക. അവസാനത്തെ ആക്ടിവിറ്റി 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 31. ജമാഅത്ത് നിസ്കാരത്തിന്റെ അദബുകൾ, അതിനെക്കുറിച്ച് എഴുതേണ്ടത്. ധൃതിയില്ലാതെ നടന്നു പോവുക, ഇഖാമത്തിന് ശേഷം എഴുന്നേൽക്കുക, സ്വഫ് ശരിയാക്കുക, ആളുകൾക്കിടയിൽ വിടവില്ലാതിരിക്കുക, സ്വഫുകൾക്കിടയിൽ 3 മുഴത്തിലധികം അകലം ഇല്ലാതിരിക്കുക, ഇമാമിന്റെ കൂടെ ഒരു മഅ്മൂം മാത്രമാണെങ്കിൽ അല്പം പിറകിലായി വലതുഭാഗത്ത് നിൽക്കുക, പിന്നീടെത്തുന്നവർ ഇടതുഭാഗത്ത് നിൽക്കുക, ശേഷം 2 പേരും ഒന്നിച്ച് ഇമാമിന്റെ നേരെ പിറകിലേക്ക് സ്വഫായി ഇറങ്ങി നിൽക്കുക. ഇവയെല്ലാം ജമാഅത്തിന്റെ സുന്നത്തുകളും അദബുകളുമാണ്. 32. സയ്യിദുൽ അയ്യാം, അതിനെ കുറിച്ചാണ് എഴുതേണ്ടത്. വെള്ളിയാഴ്ച ദിവസങ്ങളുടെ നേതാവാണ്. വിശ്വാസികളുടെ ആഘോഷ ദിവസമാണത്. പുരുഷന്മാർ നേരത്തെ പള്ളിയിൽ എത്തിച്ചേരും. വെള്ളിയാഴ്ചയിലെ ആദ്യ സമയം പള്ളിയിലെത്തുന്നവർക്ക് ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലമുണ്ട്. പിന്നീട് വരുന്നവർക്ക് മാടിനെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലവും, ശേഷം വരുന്നവർക്ക് ആടിനെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലവും, തുടർന്ന് വരുന്നവർക്ക് കോഴി അറുത്ത് ദാനം ചെയ്ത പ്രതിഫലവും, അതിനുശേഷം വരുന്നവർക്ക് ഒരു കുരുവി അറുത്ത് ദാനം ചെയ്ത പ്രതിഫലവും, അതിനുശേഷം വരുന്നവർക്ക് ഒരു കോഴിമുട്ട ദാനം ചെയ്ത പ്രതിഫലവും ലഭിക്കും. പ്രഭാതം മുതൽ ഇമാം ഖുത്ബക്ക് മിമ്പറിൽ കയറുന്നത് വരെയുള്ള സമയം 6 ആയി ഭാഗിച്ചുകൊണ്ടാണ് പ്രസ്തുത കർമ്മം കണക്കാക്കുന്നത്. അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധിയും വിവേകവും ഒക്കെ നൽകാൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.